എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു മുട്ട പനീർ ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുകെല്ലാം നന്നായി പൊട്ടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന എരിവില്ലാത്ത 2 പച്ചമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇത് 50 ഗ്രാം പനീറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, 2 മുട്ടയുടെ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. സവാള എല്ലാം നന്നായി വാടി വരുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. തക്കാളിയും നന്നായി വെന്ത് വരുമ്പോഴേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണ്. കളർ വേണമെന്നുണ്ടെങ്കിൽ പിരിയമുളക് പൊടിയും കൂടെ ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീറാണ്, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർക്കാം. അതിനുശേഷം ഇത് ഒന്നും ചെയ്യണ്ട, അതുപോലെ ഒരു 2 മിനിറ്റ് മൂടി വെക്കണം. എന്നിട്ട് തുറന്ന് നമുക്ക് ഇളക്കിയെടുക്കാം നന്നായിട്ട്. ഇനി മുട്ടയും പനീറും തക്കാളിയും എല്ലാം കൂടെ മിക്സായി വരണം. വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കവും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വെള്ളമൊക്കെ വറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം. അഭിപ്രായം പറയണം. താങ്ക് യു.